ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 32-ാം ദിവസമായി നാം കൊണ്ടാടുന്നു. ഇന്നത്തെ ചിന്താവിഷയം രക്ഷയുടെ കൂടാരം എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമുക്കേവർക്കും വളരെ സുപരിചിതമാണ്. ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സക്കായിയെയാണ്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണ്. ജീവിതത്തിൽ പേരിലെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാതെ പോയ സക്കായിയുടെ ജീവിതത്തെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ താൻ അഭിമുഖീകരിച്ച ശൂന്യതയും നിരാശയും തന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയപ്പോഴാകാം എരിഹോവിലൂടെ കടന്നുപോകുന്ന യേശുവിനെ കാണുവാൻ താല്പര്യപ്പെട്ടത്. യേശുവിനെ കാണാൻ വേണ്ടി സക്കായി അത്തിമരത്തിൽ കയറുകയാണ്. എന്നാൽ അങ്ങകലെ നിന്ന് കാണുവാനല്ല, അരികിൽ വന്ന് സ്വീകരിക്കാനാണ് യേശു ശ്രമിച്ചത്. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിൽ പേര് ചൊല്ലി സക്കായിയെ വിളിക്കുമ്പോൾ അവന്റെ പേരിന്റെ അർത്ഥം ജീവിതത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ഒരവസരമായി മാറുന്നു. അവനിലേക്ക് തിരിഞ്ഞു നോക്കുവാനും അവന്റെ പ്രവൃത്തികളെ തിരുത്തി കുറിക്കുവാനും ഇന്നാൾ വരെ അവൻ കാണാത്ത ദരിദ്രരെ ചേർത്ത് നിർത്തുവാനും അവന് സാധിക്കുന്നു. ജീവിതയാത്രയെ സ്വയബോധ്യങ്ങളുടെയും തിരുത്തലുകളുടെയും നാളുകളായി നോമ്പ് നാളുകൾ മാറുമ്പോഴാണ് നോമ്പാചരണം അർത്ഥവത്താകുന്നത്. വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനും അശരണർക്ക് തണലാകുവാനും നോമ്പ് നാളുകളിലെ നമ്മുടെ വർജനങ്ങൾ മുഖാന്തരമാകട്ടെ. സക്കായിയുടെ വീട്ടിൽ പ്രവേശിക്കുന്ന യേശു അവനിലെ രൂപാന്തരത്തെ കണ്ട് അബ്രഹാമിന്റെ മകൻ എന്ന പദവിയിലേക്ക് സക്കായിയെ ചേർത്ത് നിർത്തുന്നു. യഥാർത്ഥമായ രൂപാന്തരവും ക്രിസ്തു സാന്നിധ്യവും നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. ഈ രക്ഷയുടെ ഓഹരിക്കാരായി തീരുവാൻ നോമ്പ് നാളുകളിൽ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.